എനർജി, ഊർജത്തിനായി ശ്വസിക്കാം. ലാസ്റ്റ് ചാപ്റ്ററിൽ സെൽസിൽ എങ്ങനെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ? ഇനി ഈ ചാപ്റ്ററിൽ ഈ സെല്ലിൽ എങ്ങനെ ഓക്സിജൻ അബ്സോർബ് ചെയ്യാമെന്നും ന്യൂട്രിയൻസിൽ നിന്ന് എങ്ങനെ എനർജി റിലീസ് ചെയ്യുന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Cells of all organisms perform specific functions like nutrition, transportation, reproduction, excretions. ഈ സെൽസിന് ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്യാനായിട്ട് എന്ത് വേണം? ലോട്ട് ഓഫ് എനർജി വേണം അല്ലെ? നമ്മൾക്കായാലും നമ്മൾക്ക് സംസാരിക്കണമെങ്കിൽ വാക്കിംഗ്, ടോക്കിംഗ്, സ്ലീപ്പിംഗ്, എന്ത് ആക്ടിവിറ്റി പെർഫോം ചെയ്യണമെങ്കിലും നമുക്കും ഒരുപാട് എനർജി ആവശ്യമാണ്. From where does we get this energy? നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി നമുക്ക് കിട്ടുന്നത് എവിടുന്ന? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന്. ഫുഡ് ഹാവ് ദ സ്റ്റോർഡ് എനർജി ഇൻ ഇറ്റ് വിച്ച് ഈസ് റിലീസ്ഡ് ഡ്യൂറിംഗ് റെസ്പിറേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ റെസ്പിറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശ്വസനം എന്ന് പറയുന്നത്. മുന്നേ നമ്മൾ ഈ ശ്വസനം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്താ? നമ്മൾ എയർ ഉള്ളിലോട്ട് കിടക്കുന്നു, പുറം തള്ളുന്നു എന്ന് മാത്രമാണ് നമ്മളത്. അത് മാത്രമല്ല, അതുകൊണ്ട് അത് മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് എനർജി റിലീസ് ചെയ്യുന്ന കൂടെ ആയിട്ടുള്ള പ്രോസസ്സാണ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഓക്സിജൻ ഉള്ളിലോട്ട് എടുക്കുന്ന, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്ന, പ്ലസ് എനർജി പ്രൊഡക്ഷനും കൂടെ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ റെസ്പിറേഷനെ 2 സ്റ്റെപ്പായിട്ട് തന്നെ പറയാം. ഫസ്റ്റ് വൺ ഈസ് ബ്രീത്തിങ് ആൻഡ് അതർ വൺ ഈസ് സെല്ലുലാർ റെസ്പിറേഷൻ. ഈ സെല്ലുലാർ റെസ്പിറേഷൻ വേർഡ് തന്നെ മനസ്സിലാക്കുക, സെല്ലിലാണ് നടക്കുന്നത് അല്ലെ? അതുകൊണ്ട് തന്നെ അതിനെ ഇന്റേണൽ റെസ്പിറേഷൻ എന്ന് പറയും. ഇപ്പൊ ബ്രീത്തിങ്ങിന് എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്നും പറയും. ഓക്കെ, ഇപ്പൊ ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓക്സിജനെ ഉള്ളിലോട്ട് എടുക്കുന്ന, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നു. ഓക്കെ, ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഓക്സിജൻ ഇൻ ആൻഡ് ഗിവിംഗ് ഔട്ട് ദ കാർബൺ ഡൈ ഓക്സൈഡ് with the help of respiratory organs. Respiratory organsന്റെ സഹായത്തോടെ ഓക്സിജനെ ഉള്ളിലോട്ട് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ബ്രീത്തിങ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഓക്സിജനെ ഉള്ളിലോട്ട് എടുക്കുന്ന അല്ലെ? മാക്സിമം ഓക്സിജനെ ഉള്ളിലോട്ട് എടുക്കുന്ന ആ പ്രോസസ് എന്താണ്? ഇൻഹലേഷൻ. കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്ന പ്രോസസ്സാണ് എക്സ്ഹലേഷൻ. ഓക്കെ, ഇതൊക്കെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഇൻഹലേഷനും എക്സ്ഹലേഷനും കൂടിയിട്ടുള്ള പ്രോസസ്സാണ് ബ്രീത്തിങ്. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഫസ്റ്റ് വൺ ബ്രീത്തിങ് കഴിഞ്ഞു, അങ്ങനെ ഓക്സിജൻ നമ്മുടെ ശരീരത്തിലെത്തി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? സെല്ലുലാർ റെസ്പിറേഷൻ. സെല്ലുലാർ റെസ്പിറേഷൻ ഓർ ഇന്റേണൽ റെസ്പിറേഷൻ. ഇത് സെല്ലിൽ നടക്കുന്ന പ്രോസസ് ആയതുകൊണ്ടാണ് ഇതിനെ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി എന്താ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ സെൽസ് ആൻഡ് റിലീസ് ഓഫ് എനർജി. സെല്ലിൽ വെച്ച് ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയും എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് സെല്ലുലാർ റെസ്പിറേഷൻ. എല്ലാ ഓർഗാനിസത്തിലും, പ്ലാന്റ്സിലാവട്ടെ ആനിമൽസിലാവട്ടെ, എല്ലാത്തിലും ഈ സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. ഇനി ഈ റെസ്പിറേഷൻ നടക്കുന്നത് ഓക്സിജന്റെ പ്രസൻസിലാവാം, ആബ്സെൻസിലാവാം. അപ്പൊ ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് ഓക്സിജൻ, this respiration are of 2 types. First one is aerobic respiration and other one is anaerobic respiration. Okay. ഇനി aerobic respiration എന്താ? In the cell, the breakdown of glucose and release of energy in the presence of oxygen. സെല്ലിൽ വെച്ചിട്ട് ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയും എനർജി റിലീസ് ചെയ്യുകയും എന്ത് പ്രസൻസിൽ? ഓക്സിജന്റെ പ്രസൻസിൽ. ഓക്കെ, ഇനി aerobic respiration എങ്ങനെ എഴുതാം? Glucose in the presence of oxygen break down into carbon dioxide, water and energy. Okay. ഇനി anaerobic respiration എന്താ? The breakdown of glucose in the absence of oxygen and release of energy. മനസ്സിലായില്ലേ? ഓക്സിജന്റെ ആബ്സെൻസിൽ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയും എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് anaerobic respiration. ഇനി anaerobic respiration നമുക്ക് എങ്ങനെ എഴുതാം? Glucose is break down in the absence of oxygen and giving out alcohol, carbon dioxide and small amount of energy. ഈ aerobicനെ കമ്പയർ ചെയ്യുമ്പോൾ anaerobicൽ റിലീസ് ചെയ്യുന്ന എനർജി കുറവായിരിക്കും. ഇനി ഈ anaerobic റെസ്പിറേഷനെ കുറിച്ചും aerobic റെസ്പിറേഷനെ കുറിച്ചും ഈ ചാപ്റ്ററിലെ ലാസ്റ്റിൽ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. എങ്ങനെയാണ് ഈസ്റ്റിലും ബാക്ടീരിയസിലൊക്കെ anaerobicൽ റെസ്പയർ ചെയ്യുന്നു, നമ്മളുടെ ബോഡിയിൽ ചില സിറ്റുവേഷനിൽ നമ്മൾ anaerobicൽ റെസ്പയർ ചെയ്യുന്നത് അതെങ്ങനെയാണെന്നൊക്കെ
ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ്സ് സീ ദ പാർട്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം. ഏതൊക്കെ ഓർഗൻസ് ആണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഇൻവോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ പാർട്ട് എന്ന് പറയുന്നത് നോസ്ട്രിൽസ് ആണ്. നോസ്ട്രിൽസിന് പുറമെ കാണുന്ന ഓപ്പണിംഗ്. ഇറ്റ്സ് ആൻ ഓപ്പണിംഗ് ഇൻ വിച്ച് എയർ ഗോസ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ബോഡി. ഓക്കെ, ഇനി നോസ്ട്രിൽ ഓപ്പൺ ചെയ്യുന്ന അങ്ങോട്ടാ നേസൽ കാവിറ്റി. നേസൽ കാവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കാവിറ്റി വിച്ച് കണക്ട്സ് ദ നോസ്ട്രിൽ ടു ദ ഫാരിങ്സ്. നോസ്ട്രിൽസിനെ ഫാരിങ്സിലോട്ട് കണക്ട് ചെയ്യുന്ന കാവിറ്റിയാണ് നേസൽ കാവിറ്റി. ഫാരിങ്സ് തന്നെ നമുക്കറിയാം, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇവിടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ കൂടെ ഭാഗമാണ് ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ. ഇനി ഫാരിങ്സ് ഓപ്പൺ ചെയ്യുന്നതോ ലാരിങ്സിലോട്ട് കാണാം. ലാരിങ്സിലോട്ട് മാത്രമല്ല ഇസോഫാഗസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇസോഫാഗസ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. വേറെ ലാരിങ്സ് പറഞ്ഞാൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഇനി ലാരിങ്സ് ഓപ്പൺ ചെയ്യുന്നത് ലോങ് ട്യൂബ് കോൾഡ് ട്രക്കിയ ഓർ വിൻഡ് പൈപ്പ്. ട്രക്കിയ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ലോങ് ട്യൂബ് which is strengthened by the C-shaped cartilaginous strings. അതിന് ചുറ്റും എന്താ ഉള്ളത്? C-shaped ആയിട്ടുള്ള cartilaginous strings ആണ്. ഓക്കെ, ആ cartilaginous strings helps the trachea to remain open always. അതിങ്ങനെ തുറന്നിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ കൊളാപ്സ് ചെയ്യാതെ തുറന്നിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി ട്രക്കിയ ലങ്സിലോട്ട് എൻറ്റർ ചെയ്യുന്ന ബ്രാഞ്ചസ് കണ്ടില്ലേ? ഈ ബ്രാഞ്ചസ് ആണ് ബ്രോങ്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രാഞ്ച് ഓഫ് ട്രക്കിയ വിച്ച് എൻ്റർ ദ ലങ്സ് ആർ കോൾഡ് ബ്രോങ്കസ്. ഈ ബ്രോങ്കസിലും ബ്രോങ്കിയൽ കാർട്ടിലേജിനസ് റിങ്സ് കാണപ്പെടുന്നുണ്ട്. ഇനി ബ്രോങ്കസ് വീണ്ടും സബ് ഡിവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. അവയാണ് ബ്രോങ്കിയോൾസ് എന്ന് പറയുന്നത്. അവ ഓപ്പൺ ചെയ്യുന്നത് എയർ സാക്ക് കോൾഡ് ആൽവിയോളെ. ദ ടെർമിനൽ ബ്രാഞ്ച് ഓഫ് ബ്രോങ്കൈ ദാറ്റ് ഓപ്പൺസ് ടു ആൽവിയോളെ ആർ കോൾഡ് ബ്രോങ്കിയോൾസ്. ട്രക്കിയയിലും ബ്രോങ്കസിലൊക്കെ കാണപ്പെടുന്ന പോലെയുള്ള കാർട്ടിലേജിനസ് റിങ്സ് ഇവിടെ ആബ്സെന്റ് ആണ്. ഇനി സോഫ്റ്റായ ഇലാസ്റ്റിക് നേച്ചറുള്ള ഒരു എയർ സാക്കാണ് ആൽവിയോളൈ, വിച്ച് ഈസ് സീൻ അറ്റ് ദ ടിപ്പ് ഓഫ് ബ്രോങ്കിയോൾസ്. ഈ ആൽവിയോളൈ ഈസ് സറൗണ്ടഡ് ബൈ ലാർജ് നമ്പർ ഓഫ് ബ്ലഡ് കാപ്പിലറീസ്. ഇതിന് ചുറ്റും ഒരുപാട് ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്. ഇവിടെ വെച്ചാണ് എയർ എക്സ്ചേഞ്ച് എല്ലാം നടക്കുന്നത്. നെക്സ്റ്റ് പാർട്ട് ഈസ് പ്ലൂറ. ലങ്സിന് ചുറ്റുള്ള യെല്ലോ ലൈൻ ഇല്ലേ, അതാണ് പ്ലൂര എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ആണ് വിച്ച് ഹെൽപ്സ് ടു പ്രൊട്ടക്ട് ദ ലങ്സ്. ഇവ ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഈ മെംബ്രെയിൻസിൻ്റെ ഇടയിൽ പ്ലൂറൽ ഫ്ലൂയിഡ് ആർ സീൻ. ഇത് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? തൊറാക്സിക് കാവിറ്റിയുടെയും ലങ്സിൻ്റെയും ഇടയിലുള്ള ഫ്രിക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. ഇറ്റ്സ് പ്രിവെൻറ്റ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ലങ്സ് ആൻഡ് വാൾ ഓഫ് തൊറാക്സിക് കാവിറ്റി. നെക്സ്റ്റ് പാർട്ട് ഈസ് ഡയഫ്രം. ഡയഫ്രം എന്ന് പറയുന്നത് ഡോം ഷേപ്പിലുള്ള ഒരു മസ്കുലർ വാളാണ്. ഇത് തൊറാക്സിക് കാവിറ്റിനെയും അബ്ഡോമിനൽ കാവിറ്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്നു. നമ്മുടെ ലങ്സും ഹാർട്ടെല്ലാം കിടക്കുന്നത് തൊറാക്സിക് കാവിറ്റിൻ്റെ ഉള്ളിലാണല്ലേ. അതിനെയും ആ തൊറാക്സിക് കാവിറ്റിനെയും അബ്ഡോമിനൽ കാവിറ്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന മസ്കുലർ വാളാണ് ഡയഫ്രം. അപ്പോൾ എന്തൊക്കെയാണ് ഇതുവരെ പറഞ്ഞതെന്നൊന്നും കൂടെ നോക്കാം. പുറമെ കാണുന്ന ഓപ്പണിംഗ് ആണ് നോസ്ട്രിൽസ് എന്ന് പറയുന്നത്. നോസ്ട്രിൽസിനെ ഫാരിങ്സിലോട്ടേക്ക് കണക്ട് ചെയ്യുന്ന കാവിറ്റിയാണ് നേസൽ കാവിറ്റി. എയർ നോസ്ട്രിൽസ് വഴി നേസൽ കാവിറ്റിയിലൂടെ ഫാരിങ്സിലെത്തുന്നു. ഫാരിങ്സിൽ നിന്ന് പിന്നീട് ലാരിങ്സിലെത്തുന്നു. ലാരിങ്സിൽ നിന്ന് ട്രക്കിയ എന്ന് പറഞ്ഞ ലോങ് ട്യൂബിലോട്ടേക്ക് എത്തുന്നു. ട്രക്കിയനെ വിൻഡ് പൈപ്പ് എന്നും പറയുന്നു. ഈ ട്രക്കിയക്ക് ചുറ്റും സി ഷേപ്പിലുള്ള കാർട്ടിലേജിനസ് റിങ്സ് ആർ പ്രസൻറ്റ്. അത് ട്രക്കിയനെ കൊളാപ്സ് ചെയ്യാതെ ഓപ്പണായി തുറന്നിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ബ്രാഞ്ച് ഓഫ് ട്രക്കിയ വിച്ച് എൻ്റർ ദ ലങ്സ് ആർ കോൾഡ് ബ്രോങ്കസ്. ഈ ബ്രോങ്കസിന് ചുറ്റും ഈ കാർട്ടിലേജിനസ് ബ്രോങ്കിയൽ റിങ്സ് ആർ പ്രസൻറ്റ്. ഇനി ടെർമിനൽ ബ്രാഞ്ച് ഓഫ് ബ്രോങ്കസ് ദാറ്റ് ഓപ്പൺസ് ടു ആൽവിയോളി ആർ കോൾഡ് ബ്രോങ്കിയോൾസ്. ഇനി ബ്രോങ്കിയോൾസിൽ ഈ കാർട്ടിലേജിനസ് റിങ്സ് ആബ്സെൻ്റ് ആണ്. ഇനി സോഫ്റ്റ് ആയിട്ടുള്ള എയർ സാക്കാണ്, സോഫ്റ്റ് ആയിട്ടുള്ള എലാസ്റ്റിക് നേച്ചറുള്ള എയർ സാക്കാണ് ആൽവിയോളൈ, which is seen at the tip of bronchioles. ഈ എയർ സാക്കിന് ചുറ്റും നമ്പർ ഓഫ് ബ്ലഡ് കാപ്പിലറീസ് ആർ പ്രസൻറ്റ്. ഇവിടെ വെച്ചാണ് ഗ്യാസ് എക്സ്ചേഞ്ച് ലൈക്ക് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം നടക്കുന്നത്. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പ്ലൂറയാണ്. ലങ്സിന് ചുറ്റുമുള്ള ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ആണ് പ്ലൂര, വിച്ച് പ്രൊട്ടക്ട് ദ ലങ്സ്.
നെക്സ്റ്റ് പാർട്ട് ഈസ് ഡയഫ്രം. ഡോം ഷേപ്ഡ് ആയിട്ടുള്ള മസ്കുലർ വാൾ ആണ് ഡയഫ്രം. ഇറ്റ്സ് എ മസ്കുലർ വാൾ ദാറ്റ് സെപ്പറേറ്റ്സ് thoracic cavity and abdominal cavity. ഇനി അറ്റ്മോസ്ഫിയറിക് എയർ ഇങ്ങനെ നോസ്ട്രിയിൽ നിന്നും ആൽവിയോളിയിൽ എത്തുന്ന പാത്വേ ആണ് റെസ്പിറേറ്ററി ട്രാക്ക് എന്ന് പറയുന്നത്. അപ്പൊ റെസ്പിറേറ്ററി ട്രാക്ക് ഇസ് എ പാത്വേ ഫ്രം നോസ്ട്രിൽ ടു ദ ആൽവിയോളി. ഇനി ലെറ്റ്സ് സീ അറ്റ്മോസ്ഫിയറിക് എയർ ഇൻ ടു ലങ്സ്. എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിക് എയർ ലങ്സിൽ എത്തുന്നതും അത് പിന്നീട് പുറന്തള്ളപ്പെടുന്നതും നോക്കാം. ബ്രീത്തിങ്ങിന്റെ ഫലമായിട്ട് അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയർ ലങ്സിലോട്ട് എത്തുകയും അത് പിന്നീട് പുറന്തള്ളുകയും ചെയ്യപ്പെടുന്നു എന്ന് നമുക്കറിയാം അല്ലെ. ഈ റെസ്പിറേറ്ററി മൂവ്മെന്റിന്റെ ബേസിസ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ തൊറാക്സിക് കാവിറ്റിയുടെ കോൺട്രാക്ഷനും എക്സ്പാൻഷനാണ്. എന്തായാലും തൊറാക്സിക് കാവിറ്റി നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ തൊറാക്സിക് കാവിറ്റി എന്ന് വെച്ചാൽ എന്താ? റിബ്സിൻ്റെയും വെർട്ടിബ്രൽ കോളം അല്ലെങ്കിൽ നട്ടെല്ലിൻ്റെയും സ്റ്റേണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചെസ്റ്റിൻ്റെ സെൻട്രൽ പാർട്ടിലുള്ള ബോണാണ് സ്റ്റേണത്തിൻ്റെയും മിഡിലുള്ള ആ ഹോളോ സ്പേസ് ആണ് thoracic cavity. അപ്പോൾ thoracic cavity it's an hollow space which is enclosed by ribs, sternum and vertebral column. സ്റ്റേണത്തിനെ നമ്മൾ ബ്രസ്റ്റ് ബോൺ എന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ ഒരു റെസ്പിറേറ്ററി മൂവ്മെന്റിന്റെ ബേസിസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോൺട്രാക്ഷൻ ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദിസ് thoracic cavity which repeats rhythmically. ഓക്കെ, ഇനി ഈ thoracic cavityയുടെ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എയർ enters the lungs is called inspiration. Thoracic cavity increasing size of thoracic cavity, air enters the lungs called inspiration. ഇനി thoracic cavity contract ചെയ്യുമ്പോഴോ the air expelled out from the lungs, എയർ പുറന്തള്ളപ്പെടുന്നു ഇവിടുന്ന് ലങ്സിൽ നിന്ന് അല്ലെ. ഇറ്റ്സ് കോൾഡ് in the expiration. അപ്പം with the contraction of thoracic cavity, air expelled out from the lungs called expiration. ഇൻസ്പയറേഷന്റെ സമയത്തും എക്സ്പയറേഷന്റെ സമയത്തും എന്തെല്ലാം ചേഞ്ചസ് ആണ് നമ്മുടെ റെസ്പിറേറ്ററി ഓർഗൻസിൽ കാണുന്നത് നോക്കാം. നമ്മളൊന്ന് ചുമ്മാ ഇൻസ്പയർ ചെയ്തേ, എന്തൊക്കെ മാറ്റം? നമ്മളെ എയർ ഉള്ളിലോട്ടേക്ക് പോകുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. റിബ്സ് എല്ലാം റൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ എന്തെല്ലാം മാറ്റമാണ്? നമ്മളുടെ ഡയഫ്രം പറഞ്ഞാൽ ഇറ്റ്സ് എ മസ്കുലർ വാൾ വിച്ച് സെപ്പറേറ്റ്സ് ദ thoracic cavity ആൻഡ് abdominal cavity. ഡയഫ്രം ഗെറ്റ് കോൺട്രാക്ട്സ്. ഡയഫ്രം കോൺട്രാക്ട് ചെയ്യും ആൻഡ് പുൾ ഡൗൺ, അത് താഴോട്ടേക്ക് പുൾ ചെയ്യും. ഇനി റിബ്സോ? ഇന്റർകോസ്റ്റൽ മസിൽസ് പറഞ്ഞാൽ എന്താ? റിബ്സിന്റെ ഇടയിലുള്ള മസിൽസ് ആണ് ഇന്റർകോസ്റ്റൽ മസിൽസ്. ഈ ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യും എന്നിട്ട് റിബ്സിനെ റൈസ് ചെയ്യും. ഓക്കെ, ഈ thoracic cavityയിലുള്ള വോളിയമോ? thoracic cavityയിലെ വോളിയം ഇൻക്രീസ് ചെയ്യും. പ്രഷർ ബിക്കം ലോവർ ദാൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതിന്റെയൊക്കെ റിസൾട്ട് ആയിട്ട് എയർ enters the lungs. മനസ്സിലായില്ലേ? എന്തൊക്കെയാ? ഡയഫ്രം ഗെറ്റ് കോൺട്രാക്ട്സ് ആൻഡ് പുൾ ഡൗൺ, ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ആൻഡ് ലിഫ്റ്റ് അപ്പ് ദ റിബ്സ്, thoracic cavityയിലുള്ള വോളിയം increase ചെയ്യും and pressure or decreases than the atmospheric pressure. As a result of this, air enters the lungs. മനസ്സിലായില്ല? ഇനി എക്സ്പയറേഷന്റെ സമയത്തോ ഇതെല്ലാം പൂർവ്വസ്ഥിതിയിലെത്തും. ഡയഫ്രം ഇപ്പൊ താഴോട്ടല്ലേ നിൽക്കുന്നത്, കോൺട്രാക്ട് ചെയ്ത് താഴെ നിൽക്കുകയാണ്. ഇനി അതിനെ ഡയഫ്രം ഗെറ്റ് റിലാക്സ്, അത് പൂർവ്വസ്ഥിതിയിലോട്ട് എത്തും. റിബ്സും താഴും, ലിഫ്റ്റ് ചെയ്ത് നിൽക്കുമായിരുന്നില്ല, ഇനി അത് താഴും ഡ്യൂ ടു ദ റിലാക്സേഷൻ ഓഫ് ഇന്റർകോസ്റ്റൽ മസിൽസ്. ഇനി വോളിയം ഓഫ് ദ thoracic cavity decreases. Pressure will become greater than the atmospheric pressure. As a result of this, air enters the air expelled out of the lungs. Okay. അപ്പൊ എന്തൊക്കെയാ? ഡയഫ്രം ഗെറ്റ് റിലാക്സസ്, ഇന്റർകോസ്റ്റൽ മസിൽസ് ഗെറ്റ് റിലാക്സസ്. ആസ് എ റിസൾട്ട് ഓഫ് ദിസ്, റിബ്സ് ഗെറ്റ് ലോവർ. ഇനി thoracic cavityയിലെ വോളിയം ഡിക്രീസ് ചെയ്യും, pressure increase ചെയ്യും, then the atmospheric pressure. As a result of this, air expelled out of the lungs. Okay. During inspiration and expiration, the main muscles worked together are intercostal muscles and diaphragm. Intercostal muscles എന്ന് പറയുന്നത് റിബ്സിൻ്റെ ഇടയിലുള്ള മസിലാണ്. whereas diaphragm large മസിലാണ് which is dome in shape. ഇൻസ്പയറേഷൻ്റെ സമയത്ത് ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുകയും ലോവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻസ്പയർ ചെയ്യുമ്പോൾ ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്ത് റിബ്സിനെ റൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ശ്വാസം പുറന്തള്ളുമ്പോൾ ഇന്റർകോസ്റ്റൽ മസിൽസ് റിലാക്സ് ചെയ്ത് റിബ്സ് ഡിപ്രസ് ചെയ്താവുകയാണ് ചെയ്യുന്നത്.
നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ശ്വാസം വലിക്കുന്ന സമയത്ത് തൊറാക്സിക് കാവിറ്റിയിലെ വോളിയം ഇൻക്രീസ് ചെയ്യും. ഇതുമൂലം തൊറാക്സിക് കാവിറ്റിയിലുള്ള പ്രഷർ ഡിക്രീസ് ചെയ്യുകയും ആസ് എ റിസൾട്ട് ഓഫ് ദിസ് എയർ എൻറ്റേഴ്സ് ദ ലങ്സ്. ഇനി ശ്വാസം പുറത്തോട്ട് വിടുമ്പോൾ നമ്മളുടെ ഡയഫ്രം റിലാക്സ് ചെയ്യുന്നു. ഇൻറ്റർകോസ്റ്റൽ മസിൽസ് ആവട്ടെ റിലാക്സ് ചെയ്ത് റിബ്സിനെ ലോവർ ചെയ്യുന്നു. തൊറാക്സിക് കാവിറ്റിയിലുള്ള വോളിയം ഡിക്രീസ് ചെയ്യുന്നത് മൂലം തൊറാക്സിക് കാവിറ്റിയിലെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറേക്കാളും കൂടുന്നു. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് എയർ എക്സ്പെൽഡ് ഔട്ട് ഫ്രം ദ ലങ്സ്. ലങ്സിൽ നിന്നും എയർ പുറത്തോട്ട് പോകുന്നു. നെക്സ്റ്റ് ലെറ്റ്സ് സീ ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഇൻ ആൽവിയോളി. എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും എല്ലാം ഗ്യാസ് എക്സ്ചേഞ്ച് ആൽവിയോളിൽ നടത്തുന്നത്? ബിഫോർ ദാറ്റ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. എന്താണ്? there are about 600 millions of alveoli present in our lungs. നമ്മുടെ ലങ്സിൽ about 600 millions of alveoli ഉണ്ട്. ഇതിന്റെ ടോട്ടൽ സർഫേസ് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ ടോട്ടൽ ബോഡി സ്കിൻ സർഫേസ് ഏരിയയേക്കാൾ കൂടുതലാണ്. നമ്മളുടെ ടോട്ടൽ ബോഡി സ്കിൻ സർഫേസ് ഏരിയ എത്രയാണ് വരുന്നത്? 2 square meters ആണ്. whereas the total surface area of both lungs together gives 70 square meters. Okay. അപ്പം നമ്മളുടെ ബോഡി സർഫേസ് ഏരിയയേക്കാൾ ഒരു 35 times കൂടുതലാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ദിസ് ആൽവിയോളി ഇൻക്രീസസ് ദ സർഫേസ് ഏരിയ ഫോർ ദ റെസ്പിറേഷൻ. ഓക്കെ. ഇനി ഈ ആൽവിയോളിന്റെ വാൾ എന്ന് പറയുന്നത് സീരിയസ് ആൽവിയോളിന്റെ വാൾ എന്ന് പറയുന്നത് സിംഗിൾ ലെയർ സെൽ ആണ്. വേഴ്സ് ബ്ലഡ് കാപ്പിലറീസിന്റെ വാൾ എന്ന് പറയുന്നതോ അതും സിംഗിൾ ലെയർസ് സെല്ലാണ്. ഓക്കെ. ഈ ആൽവിയോളിയിലുള്ള ഓക്സിജനും ബ്ലഡ് കാപ്പിലറീസിലുള്ള ബ്ലഡും തമ്മിൽ 2 സെൽ ലെയർസിന്റെ തിക്നെസ്സേ ഉള്ളൂ. ഓക്കെ. ഡ്യൂറിംഗ് ഇൻസ്പയറേഷൻ നമ്മൾ ഇൻസ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ ആൽവിയോളയിൽ ദ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഈസ് ഹയർ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ലോവർ. ഓക്കെ. whereas in blood capillaries in the case the concentration of carbon dioxide is higher and concentration of oxygen is lower. അവിടെ ഒരു കോൺസെൻട്രേഷൻ ഡിഫറൻസ് വന്നു. സോ മോളിക്യൂൾസ് എപ്പോഴും ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ആണ് മൂവ്മെന്റ് നടത്തുക. അപ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് ദിസ് the oxygen diffuses into blood capillaries and from the blood capillary carbon dioxide diffuses into alveoli. എന്താ പറഞ്ഞത്? The concentration during the inspiration, the concentration of oxygen is higher in the alveoli and the concentration of carbon dioxide lower in alveoli. Whereas in blood capillaries, the concentration of carbon dioxide is higher in blood capillaries and the concentration of oxygen is lower in blood capillaries. As a result of this, oxygen from the alveoli diffuses into blood capillaries and carbon dioxide from the blood capillaries diffuses into alveoli. Okay, മനസ്സിലായല്ലോ? ഇനി നമുക്ക് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാം. ഇൻ ഹ്യൂമൻ ബോഡി ഓർഗൻ റെസ്പോൺസിബിൾ ഫോർ റെസ്പിറേഷൻ പ്രസന്റ് ചെയ്യുന്നത് തൊറാക്സിക് കാവിറ്റിയിലാണ്. ഇൻ തൊറാക്സ് റീജിയൻ റിബ് കേജും ഡോം ഷേപ്പ്ഡ് മസിൽ കോൾഡ് ഡയഫ്രവും കാണപ്പെടുന്നു. റിബ് കേജിന്റെ ഉള്ളിലായിട്ട് പ്ലൂറൽ മെംബ്രെയിൻ കാണപ്പെടുന്നു വിച്ച് എൻക്ലോസസ് ദ ലങ്. റൈറ്റ് ലങ് 3 ലോബുകളായി ഡിവൈഡ് ചെയ്യപ്പെടുന്നു. ലെഫ്റ്റ് ലങ് റൈറ്റ് ലങ്ങിനെക്കാട്ടിലും ചെറുതാണ് ആൻഡ് വിച്ച് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 ലോബ്സ്. 2 ലങ്സും എക്സ്റ്റേണലി ജോയിൻ ചെയ്യുന്ന സ്മോൾ ട്യൂബ് കോൾഡ് ബ്രോങ്കൈ. ഈ ബ്രോങ്കൈ ജോയിൻ ചെയ്ത് ആൻഡ് എക്സ്റ്റെൻഡഡ് ഇൻ ടു ട്യൂബ് കോൾഡ് ട്രാക്കിയ. ട്രാക്കിയക്ക് ചുറ്റും ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള സി ഷേപ്പ്ഡ് കാർട്ടിലേജിനസ് റിങ്സ് ആർ സീൻ. ദെൻ ട്രാക്കിയ ലീഡ്സ് ഇൻ ടു ഫാരിങ്സ് ആൻഡ് ഫാരിങ്സ് ഇൻ ടു നോസ്ട്രിൽസ്. നമ്മൾ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ ഓക്സിജൻ മോളിക്യൂൾ എൻറ്റേഴ്സ് ദ നോസ്ട്രിൽസ് ആൻഡ് ട്രാവൽ ഡൗൺവേർഡ്സ് ത്രൂ ഫാരിങ്സ്. പിന്നെ അത് ട്രാക്കിയ വഴി ബ്രോങ്കയിൽ എത്തുന്നു. പിന്നീട് ഓരോ ബ്രോങ്കസിൽ നിന്നും ഓക്സിജൻ ട്രാവൽസ് ഇൻ ടു ലങ്സ്. ലങ്സിൽ വെച്ച് ബ്രോങ്കസ് ഡിവൈഡ്സ് റിപ്പീറ്റഡ്ലി കോൾഡ്
bronchioles. Oxygen travels through these bronchioles and reaches the alveoli. Each of these alveoli is surrounded by numerous blood capillaries. നമ്മളൊരു ആൽവിയോളൈ സെക്ഷൻ ചെയ്താൽ ഒരുപാട് ആൽവിയോളൈ ചാമ്പർ വിത്ത് പോഡ് കാണാൻ പറ്റും. ആൽവിയോലൈക്ക് ചുറ്റുമുള്ള ബ്ലഡ് കാപ്പിലറീസിലൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്സിജൻ മോളിക്യൂൾ ഫ്രം ആൽവിയോളൈ ഡിഫ്യൂസസ് ഇൻ ടു ബ്ലഡ് കാപ്പിലറീസ്. എന്നിട്ട് ബ്ലഡിലുള്ള RBCയുമായി കമ്പൈൻ ചെയ്യുന്നു. Blood moving around the alveoli contain RBC and carbon dioxide. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളസിലോട്ടേക്ക് റിലീസ് ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് കളക്ട് ഇൻ ആൽവിയോളൈ ചാമ്പർ. പിന്നീട് ആൽവിയോളസിൽ നിന്നും ഈ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാവൽ ത്രൂ ബ്രോങ്കിയോൾസ് into bronchus and finally reaches the trachea and breathe out through nostrils. നമ്മൾ ഓൾറെഡി പറഞ്ഞു ബ്രീത്തിങ് എയർ റിച്ച് ഇൻ ഓക്സിജൻ ഈസ് കോൾഡ് ഇൻഹലേഷൻ. ഇൻഹലേഷൻ്റെ സമയത്ത് ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുകയും ലങ്സ് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുന്നു. എയർ റഷസ് ഇൻ ടു ലങ്സ് causes the inflation of alveoli. During exhalation, diaphragm moves up and lungs contract. Alveoli deflate causes air to forced out. This exhaled air rich in carbon dioxide called exhalation. പ്രീവിയസ് ലെസണിൽ എങ്ങനെയാ ഈ സിമ്പിൾ ന്യൂട്രിയൻസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയായിരിക്കും. എങ്ങനെയാ? ത്രൂ പ്ലാസ്മ. അതുപോലെ തന്നെ ബ്ലഡിൽ ഓക്സിജനെ ക്യാരി ചെയ്യുന്ന കോമ്പണന്റ് ഏതാ? ഹീമോഗ്ലോബിൻ. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് RBCയുടെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് RBC ഈസ് ഡിസ്ക് ഷേപ്ഡ്. RBC എന്ന് പറയുന്ന റെഡ് ബ്ലഡ് സെൽസ് ഡിസ്ക് ഷേപ്ഡ് സെല്ലാണ് വിത്ത് എ ഫ്ലാറ്റ് കോൺകേവ് സെൻറ്റർ. അതൊരു ഫ്ലാറ്റ് ആയിട്ട് നടുവിലൊരു കോൺകേവിറ്റി ഉണ്ട്. ഓക്കെ, ഈ രണ്ട് സൈഡിലും ഇങ്ങനെ ഈ കോൺകേവിറ്റി കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊരു ബൈ കോൺകേവ് ഷേപ്പ് എന്ന് പറയാമല്ലോ. ഓക്കെ, എന്തിനാ ഈ RBCക്ക് റെഡ് ബ്ലഡ് സെൽസിന് ഇങ്ങനെ ബൈകോൺകേവിറ്റി കൊടുത്തതെന്നറിയോ? ദിസ് ബൈകോൺകേവ് ഷേപ്പ് അലോസ് ദ സെൽസ് ടു ഫ്ലോ സ്മൂത്ത്ലി ത്രൂ നാരോ ബ്ലഡ് വെസൽസ്. മനസ്സിലായോ? ഈ ബൈകോൺകേവിറ്റി എന്തിനാ? നമ്മളുടെ ബ്ലഡ് വെസൽസ് ഒക്കെ നേരോ ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ആണ് അല്ലേ, അതിലൂടെ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാനും വേണ്ടിയാണ് ഈ ബൈകോൺകേവിറ്റി ഷേപ്പ് RBCക്ക് കൊടുത്തത്. മനസ്സിലായല്ലോ? ഇനി അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? ബിറ്റ്വീൻ 45 lakh to 60 lakh per milliliter RBC നമ്മുടെ ബ്ലഡിലുണ്ട് എന്നല്ലേ. അപ്പോൾ നമ്മളൊരു മില്ലി ബ്ലഡ് കളക്ട് ചെയ്യുകയാണ്. ഒരു ലിറ്റർ അല്ല, ഒരു മില്ലി ബ്ലഡ് കളക്ട് ചെയ്താൽ അതിൽ ബിറ്റ്വീൻ 45 to 60 ലക്ഷം വരെ RBC കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഡു നോട്ട് ഹാവ് ന്യൂക്ലിയസ് ഓർ അതർ സെൽ ഓർഗനൽസ്. നമ്മൾ RBCയിൽ ന്യൂക്ലിയസോ അല്ലെങ്കിൽ അതർ സെൽ ഓർഗനൽസ്, സൈറ്റോപ്ലാസത്തിലുള്ള അതർ സെൽ ഓർഗനൽസ് എല്ലാം ആബ്സെൻ്റ് ആണ്. മനസ്സിലായില്ല? മെച്യൂർ ആയിട്ടുള്ള ഒരു RBC നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലുള്ള ന്യൂക്ലിയസും അതർ സെൽ ഓർഗനൽസ് ലൈക്ക് മൈറ്റോകോൺട്രിയ, ഗോൾഗി അപ്പാരറ്റസ് ആൻഡ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എല്ലാം ഇതിൽ ആബ്സെൻ്റ് ആണ്. ഓക്കെ, നമ്മൾ സാധാരണ ഒരു സെല്ലിൽ ഇതെല്ലാം ഉണ്ടാവും അല്ലേ. ന്യൂക്ലിയസ് ഉണ്ടാവും, സൈറ്റോപ്ലാസം കാണാം, ഇതിൽ സൈറ്റോപ്ലാസം ഉണ്ടാവും കേട്ടോ, പിന്നെ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം കാണാം. ഓക്കെ, പക്ഷേ RBCയിൽ എടുത്തു നോക്കിയാൽ ഈ കാര്യങ്ങളെല്ലാം ആബ്സെൻ്റ് ആണ്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, RBCയിൽ ഓക്സിജനെ ക്യാരി ചെയ്യുന്ന കോമ്പണൻ്റാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂക്ലിയസ് അവിടെ ഇല്ലാതാവുമ്പോൾ അല്ലെങ്കിൽ അതർ സെൽ ഓർഗനൽസ് അവിടെ ഇല്ലാതാവുമ്പോൾ അവിടെ എന്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? ഒരുപാട് ഓക്സിജൻ ക്യാരിങ് ഹീമോഗ്ലോബിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ എന്താ, RBCയിൽ ന്യൂക്ലിയസും അതർ സെൽ ഓർഗനൽസും ആബ്സെൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഫുൾ ഓഫ് ഹീമോഗ്ലോബിൻ വിച്ച് ഹാസ് അഫിനിറ്റി ടു ഓക്സിജൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു RBCയിൽ ന്യൂക്ലിയസും ഇതെല്ലാം ആബ്സെൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ഹീമോഗ്ലോബിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇത് ഫുൾ ഓഫ് ഹീമോഗ്ലോബിൻ ആണ്. അപ്പോൾ ഈച്ച് ഹീമോഗ്ലോബിന് ഹാസ് അഫിനിറ്റി ടു ഓക്സിജൻ. മനസ്സിലായല്ലോ?
ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് ഈച്ച് ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ക്യാൻ ക്യാരി 4 ഓക്സിജൻ മോളിക്യൂൾസ്. ഇപ്പം എന്താ പറഞ്ഞേ, ഓരോ ഹീമോഗ്ലോബിൻ മോളിക്യൂൾസിനും 4 ഓക്സിജൻ മോളിക്യൂൾസിനെ ക്യാരി ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തൊക്കെയാ പറഞ്ഞ RBC is a disc shaped cell. There are between 45 to 60 lakhs per milliliter RBC found in our blood. There is no nucleus or other cell organelles in RBC. പിന്നെന്താ, it's a full of hemoglobin which have affinity towards the oxygen. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണ്, ഈച്ച് ഹീമോഗ്ലോബിൻ ക്യാൻ ക്യാരി 4 ഓക്സിജൻ മോളിക്യൂൾസ്. ഓക്കെ, ഒരു ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചർ ആണ്. ഒരു ഹീമോഗ്ലോബിനിൽ 4 സൈറ്റ് ഉണ്ട് ഓക്സിജന് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു ഹീമോഗ്ലോബിൻ തന്നെ 4 ഓക്സിജനെ ക്യാരി ചെയ്യാൻ പറ്റും. ഈ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഹീമോഗ്ലോബിൻ കൂടെ കൂടിയിട്ടാണ്. ഈ ഗ്ലോബിൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ ആണ്, ഹീം എന്ന് പറയുന്നത് എന്താ, നോൺ പ്രോട്ടീൻ ആണ്. ഹീമിലാണ് അയേണും പ്രോട്ടോപോർഫൈറിൻ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് ഉള്ളത്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒന്നും എന്ത് മനസ്സിലാക്കിയാൽ മതി. 4 പ്രോട്ടീൻ സ്ട്രാൻഡ്സ് ഉണ്ട് ഹീമോഗ്ലോബിനില് ആൻഡ് അയൺ കണ്ടെയ്നിങ് ഹീം ഉണ്ട്. ആൻഡ് ഈച്ച് ഹീമോഗ്ലോബിൻ ക്യാൻ ക്യാരി 4 ഓക്സിജൻ മോളിക്യൂൾസ്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇതിന്റെ ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ ഇന്നെടുത്ത് ഇത്രയും കാര്യങ്ങൾ നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, അപ്പോ ഇതുവരെ എടുത്ത പോർഷൻസ് ഒക്കെ നന്നായി തെറോ ആയിട്ട് പഠിച്ചു വരിക. അപ്പോൾ അതുവരെ ബൈ ബൈ, താങ്ക് യു.